നമസ്കാരം. പരമശിവന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ, പരമശിവന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രം കാണുന്ന പ്രത്യേകതകളെക്കുറിച്ച്, രഹസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആ വീട്ടിലെ അംഗങ്ങൾക്ക് ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ കടന്നു വരാം. ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കാണുന്നത് അതിനാൽ ശുഭകരം തന്നെയാകുന്നു. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഭഗവാന്റെ സംരക്ഷണയിൽ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെയാണ്. അഥവാ സംരക്ഷണ കവചം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഏവരും ഭഗവാന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിരിയുന്നതാണ്. ശംഖുപുഷ്പത്തിന് ചില പ്രത്യേകതകൾ പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ വീടുകളിലും ശംഖുപുഷ്പം വിടരണം എന്നില്ല. വളരെ ആഗ്രഹത്തോടെ വളർത്തുകയും എന്നാൽ ശംഖുപുഷ്പം പിടിക്കാത്തതായ നിരവധി വീടുകളുണ്ട്. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ പോലും മഹാഭാഗ്യമാണ്. കാരണം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നതാണ്. ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം, ശിവാനുഗ്രഹമുള്ള വീടുകളിലാണ് എങ്കിൽ ധാരാളമായി ശംഖുപുഷ്പം വിരിയുന്നതാണ്. ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആഡംബരം, അത് വലിയ രീതിയിലുള്ള ആഡംബരം ആഗ്രഹിക്കുന്നവരല്ല ഇവർ ലളിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. വലിയ രീതിയിൽ ആഡംബരത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹം ഇവർക്ക് ഉണ്ടാകണം എന്നില്ല. അത് ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ഇവർ ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ തന്നെയാണ്. വടക്ക് കിഴക്ക്, ഈ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേകമായ ഐശ്വര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ആ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ അനുഭവങ്ങൾ ആ വീടുകളിൽ കടന്ന് വരുന്നതാണ്. പ്രത്യേകിച്ചും സന്ധ്യാസമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയമോ അല്ലെങ്കിൽ അതിരാവിലെയാണ് എങ്കിലും ഭസ്മത്തിന്റെ പ്രത്യേകമായ സുഗന്ധം ആ വീടുകളിൽ കടന്ന് വരുന്നതാണ്. ഭഗവാന്റെ ചിന്തകൾ നിറയുന്ന സമയത്തും ഇത്തരത്തിൽ ഭസ്മത്തിന്റെ ഗന്ധം പരക്കാം. നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ ഭസ്മം ധരിച്ചിരിക്കുന്നു എങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഭഗവാന്റെ ഭസ്മം ധരിച്ചാൽ പോലും ആ ഭസ്മം ദീർഘനേരം മായാതെ നിൽക്കും എന്നതാണ് വാസ്തവം. രാവിലെ അണിഞ്ഞതാണ് എങ്കിൽ പോലും സന്ധ്യാസമയം വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ മായാതെ നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായ ആ പ്രത്യേകതയെ കുറിച്ചും മനസ്സിലാക്കാം. ആ വീട്ടിലെ സ്ത്രീകൾ നന്നായി പാചകം ചെയ്യുന്നവരായി മാറും. ഇവർ നന്നായി പാചകം ചെയ്യുകയും അത് മറ്റുള്ളവർ ഇവരെ കുറിച്ച് ഇപ്രകാരം പരാമർശിക്കുകയും ചെയ്യും. കൈപുണ്യമുള്ളവരാണ് എന്ന് പൊതുവെ ഇവരെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. എന്ത് തന്നെ പാചകം ചെയ്താലും വളരെയധികം രുചി ആ ആഹാരത്തിന് ഉണ്ടാകും എന്നതാണ് വാസ്തവം. കൂടാതെ ഇവർക്ക് പാചകം ചെയ്യുന്നതായ ആഹാരം, അഥവാ ഇവർ പാചകം ചെയ്യുന്നതായ ആഹാരം ബാക്കിയാവില്ല എന്നതാണ് വാസ്തവം. ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആ ആഹാരം കൃത്യമായിരിക്കും. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ചിലരുടെ സഹായം പ്രതീക്ഷിക്കുക എന്നത്. ഇത് പലരും ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ചിലർക്ക് ഈ സമയം സഹായം ലഭിക്കണം എന്നില്ല. പ്രതീക്ഷിച്ച സഹായം ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരാം. എന്നാൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹായം ലഭിക്കും എന്നതാണ് വാസ്തവം. എപ്പോഴും ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാകും എന്നതാണ് വാസ്തവം.
ആരും ഇവരെ കൈവിടുന്നതല്ല. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കൂടിയാണ്, ഭഗവാന്റെ സംരക്ഷണം ഉള്ളതിനാൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മൃഗങ്ങളും പക്ഷികളും ധാരാളം നിങ്ങളുടെ വീടുകളിൽ കാണപ്പെടുന്നതാണ്. അതിരാവിലെയോ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും ധാരാളമായി പക്ഷി മൃഗാദികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ആഹാരം അവർക്ക് നൽകുന്നു എങ്കിൽ ആ ആഹാരം ആ മൃഗങ്ങൾ പക്ഷികൾ സ്വീകരിക്കുന്നു എങ്കിൽ അതും ശുഭകരമാണ്. അപ്രകാരം സംഭവിക്കുന്നതും ഈശ്വരാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. നിങ്ങൾ താമസിക്കുന്നതായ ആ ഭൂമിയിൽ എന്ത് തന്നെ നട്ടാലും പിടിക്കുന്നതായ അവസ്ഥ, അഥവാ എന്ത് തന്നെ നട്ടാലും അത് വളർന്നു വരും. ഫലം കായ്ക്കുന്നതായ ഭൂമിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഇതും ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. പലർക്കും അപ്രകാരം ലഭിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കൂടിയാണ്, അഥവാ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഭൂമിയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. ഭൂമിക്ക് ബ്രൗൺ തരത്തിലുള്ള നിറമാണ് ഉള്ളത് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. എപ്പോഴും പ്രത്യേകമായ ഒരു സുഗന്ധം അവിടെ അനുഭവപ്പെടുന്നതാണ്. ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരത്തിൽ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴോ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതായ അവസരത്തിൽ എന്തെന്നില്ലാത്ത പോസിറ്റീവായ ഊർജം, ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, മനോധൈര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നതായ സമയത്ത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അനുഭവപ്പെടുന്നതാകുന്നു. വീട്ടിലേക്ക് മറ്റ് വ്യക്തികൾ കടന്നു വരികയാണ് എങ്കിൽ പോലും ഇത്തരം അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകുന്നതാണ്. അതും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് കുട്ടികൾ വരുന്നു എങ്കിൽ ആ കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ വളരെ സന്തോഷവാന്മാരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മുഖത്ത് വളരെയധികം സന്തോഷം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചന തന്നെയാണ്. കൂടാതെ നിങ്ങൾ തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ കൂടുതൽ സ്വർണപ്രഭയോടെ വീടുകളിൽ വിളക്ക് തെളിയുന്നതും ആ ഭൂമിയിൽ നാഗത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതും ശുഭകരമാണ്. പറയുന്നത് നിത്യവും കാണുക എന്നല്ല, വല്ലപ്പോഴും അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം ആ പറമ്പിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ, പ്രത്യേകിച്ചും ഭഗവാനുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം.